അനിമോളും അനീഷും തമ്മിൽ ലവ് കോംബോ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലരുത്. കാരണം ഇത് ഞാൻ ലവ് കോംബോയുടെ കാര്യമല്ല പറയുന്നത്. അനിമോളും അനീഷും തമ്മിലുള്ള കോംബോ ശരിക്കും പറഞ്ഞാൽ അത് തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല, അവർ തമ്മിൽ ഒരു പ്രത്യേകതരം ഫൈറ്റ് ആണ്. നമ്മൾ ഈ ഹിന്ദി സീരിയലൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഓ ഈ പറയുന്ന കണക്കൊരു അവർ തമ്മിൽ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു, തമ്മിൽ ഇടിക്കുന്നു, അടിയുണ്ടാക്കുന്നു, വീഴുന്നു, പിടിക്കുന്നു. ഇതേപോലൊരു ഫണ്ണായിട്ടുള്ളൊരു കോംബോ ആണ്. ജസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്കത് എവിടെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അനീഷിന്റെ അനുമോളിന്റെയും ഇപ്പൊ ലേറ്റസ്റ്റ് ഒരു അടി ഉണ്ടായിരുന്നു. ലൈവിൽ ഇപ്പം നടന്നുകൊണ്ടിരുന്ന ഒരു അടിയാണ്. അതായത് അനീഷ് അനുമോളിന് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ജയിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. അനുമോള് ജയിലിൽ നിന്ന് ഇറങ്ങി പല്ല് തേക്കാനാണ് പോകുന്നത്. ഉടനെ അനീഷ്, അനുമോളെ ഇത് ശരിയല്ല, അനുമോളെ ഇത് ശരിയല്ല, അനുമോളെ ഇത് ശരിയല്ല. അപ്പോഴത്തേക്ക് താൻ ഒരു വട്ടം പറഞ്ഞല്ലോ ഇത് ശരിയല്ല, ഇനി താൻ എന്തിനാ പിന്നെ പറയുന്നത്? തനിക്ക് പല്ല് തേക്കാൻ താൻ പല്ല് തേക്കാറുണ്ടോ? എനിക്ക് പല്ല് തേച്ചിട്ട് രാവിലെ എഴുന്നേക്കാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള്. എഗെയിൻ അനീഷിന് ഇത് മാത്രമേ പറയാനുള്ളൂ, അനുമോളെ ഇത് ശരിയല്ല. അപ്പോഴത്തേക്ക് അനുമോള് പറയുന്നുണ്ട്, ആയിക്കോട്ടെ ഇത് ശരിയല്ല, ആയിക്കോട്ടെ. ഈ ആയിക്കോട്ടെ കേട്ടിട്ട് അനീഷ് വീണ്ടും, കോഴിക്കോടായാലും ആയിക്കോട്ടെ ആയാലും എനിക്കൊന്നുമില്ല, അനുമോളെ ഇത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നല്ല ഫണ്ണായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജയിലിലോട്ട് കയറുന്ന ഒരു സീനുണ്ട്. അതായത് നമ്മൾ അനുമോള് ഈ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് അനീഷ് അനുമോളെ കൊണ്ടുവന്ന് ജയിലിലേക്ക് വീണ്ടും ഇടാൻ നേരത്ത് വീണ്ടും, അനുമോളെ ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങി വാ, ഭൂമിയിൽ കാല് വെക്ക്. ഉടനെ അനുമോള്, ഞാൻ ആകാശത്ത് പറന്നു നടക്കുന്ന മാലാകയാണോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ ഓരോന്ന് സംസാരിച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അതിൽ അനുമോൾ ഇതിന് കുറച്ച് മുന്നേ ഉള്ള ഒരു സീനുണ്ട്. അതായത് നമ്മൾ കണ്ടു ഇന്നലെ രാത്രി കരയിപ്പിക്കുന്നതൊക്കെ. അതിന് തൊട്ട് മുമ്പ് ജയിലിലേക്ക് ഉദ്ഘാടനം ചെയ്ത് അനീഷ് അനുമോളെ കയറ്റാൻ നേരത്ത് അപ്പോൾ അനുമോളും അനീഷും തമ്മിലുള്ളൊരു കോംബോ. അതായത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് അനുമോൾ അഭിനയിക്കുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത്. ഓ അപ്പൊ എന്നെ വിഷമം ഉണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നത്, അത് ആ ഒരു തരത്തിൽ. അതായത് അനീഷിനോട് കുറച്ച് കൊഞ്ചി അനുമോള് സംസാരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടാണ് ഇവർ തമ്മിലൊരു കോംബോ എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു കോംബോ നല്ല രസമുണ്ട്. പക്ഷെ അനീഷിന്റെ മുഖത്തൊരു പൊടി പോലും ചിരി വരത്തില്ല കേട്ടോ. എന്ത് കേട്ടാലും ആളിങ്ങനെ നിൽക്കും ഒറ്റ സ്ട്രെച്ചിൽ. പിന്നെ അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു സ്ത്രീ വിരുദ്ധനായിട്ടാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് ഒരു നല്ലതായിട്ട് തോന്നിയില്ല. എനിവേ, പക്ഷെ ഇതുവരെ ഒരു സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അനീഷിനെ അവിടെ കുറേ പേര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അനീഷ് അത്ര അടിപൊളിയാണ് എന്നല്ല, പക്ഷെ എല്ലാ ദിവസവും ഒരു ഫൺ കോണ്ടന്റ് എങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടന്റ് അനീഷാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് നല്ലൊരു മത്സരാർത്ഥിയാണ്. അനുമോളും അങ്ങനെ തന്നെയാണ്. അനുമോള് വളരെയധികം എന്റർടൈൻമെന്റ് ആണ് അതിനകത്താണെങ്കിലും, കോമഡിയൊക്കെ പറഞ്ഞ്. പിന്നെ ഷാരിക ജയിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാരിക അനുമോളെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് അനുമോൾ ഇങ്ങനെയാണോ, ഇങ്ങനെയല്ല, റിയൽ ലൈഫ് ഇങ്ങനെയല്ല, അനുമോള് പ്രോഗ്രാമൊക്കെ മുമ്പ് ചെയ്യുന്ന കണക്ക് അല്ലെങ്കിൽ ടി വിയിൽ സീരിയലിൽ അഭിനയിക്കുന്ന കണക്കാണ് ഇവിടെയും അഭിനയിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ശാരികയുടെ ആ വാക്ക് ഓൾമോസ്റ്റ് അനുമോളുടെ സ്ഥിരം വ്ളോഗും അതുപോലെ തന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അനുമോള് ശരിക്കും പറഞ്ഞാൽ ഒരു റിയലി പുള്ളിക്കാരി ഒരു എൻ്റർടൈൻമെൻറ്റ് ക്യാരക്ടറാണ്. കുറച്ച് ഒരു എക്സ്ട്രോവേർട്ടാണ്, ഒരുപാട് സംസാരിക്കുന്ന, തമാശകളൊക്കെ പറയുന്ന, പെട്ടെന്ന് കരച്ചിലൊക്കെ വരുന്ന, പെട്ടെന്ന് ദേഷ്യവും വരുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫേക്കായിട്ട് ഒരു ഫേക്ക് കാർഡ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ അനീഷാണ്. അനീഷ് ശരിക്കും പറഞ്ഞാൽ ഗെയിം പഠിച്ച് ഗെയിം മാത്രമേ ചെയ്യൂ എന്ന് കരുതി വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അനീഷിന്റെ പേഴ്സണൽ ലൈഫ് ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല പുള്ളിക്കാരൻ. പിന്നെ പറയാൻ കഴിയത്തില്ല, ഒരിത്തിരി എന്താണ് പറയുക, ഒരുപാട് വായിച്ചും അറിഞ്ഞും പഠിച്ചും അങ്ങനെ ഒരുപാട് അറിവുണ്ടാക്കിയ ഒരു മനുഷ്യനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അനീഷ് PSC എന്നൊക്കെ പറഞ്ഞ് നടന്ന് 5 വർഷമായിട്ട് ആ കിട്ടിയ ഗവൺമെൻറ് ജോലി ലീവ് എടുത്തിട്ടാണ് ബിഗ് ബോസിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. 5 വർഷമായിട്ട് അങ്ങനെ നടന്ന വ്യക്തിയാണെന്ന് അനീഷിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന അനീഷ് വേറൊരു ലൈഫ് സ്റ്റൈലും അനുമോൾ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു ഓപ്പോസിറ്റ് കോംബോ ഉണ്ട്. പിന്നെ അനീഷ് അനുമോൾ കോംബോയിൽ ഫസ്റ്റ് പറയാനായിട്ട് നമുക്ക് ബിഗ് ബോസ് സീസൺ 7 തുടങ്ങിയ സമയത്ത് ആദ്യം കിട്ടിയ കോണ്ടന്റ് എന്ന് പറയുന്നതും ഇവർ തമ്മിലുള്ളതാണ്. അതായത് നിങ്ങൾ ഓർക്കുന്നില്ലേ, അനീഷ് ആദ്യം കോമണറായിട്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറി, അനുമോൾ രണ്ടാമതായിട്ടാണ് വരുന്നത്. അപ്പോൾ അനുമോൾ കഥവ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒന്ന് പേടിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, നിങ്ങൾ എന്താ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും അനീഷിന് നന്നായിട്ട് അറിയാം ഇത് അനുമോളാണെന്ന്. എന്തായാലും ആരൊക്കെ വരും എന്നുള്ളൊരു പ്രഡിക്ഷൻ ലിസ്റ്റൊക്കെ കണ്ടിട്ടായിരിക്കും അനീഷ് വന്നിട്ടുണ്ടാവും. അനുമോൾ വരും എന്നുള്ളത് അറിയാമായിരിക്കാം. അപ്പം ആരാ, നിങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ അകത്ത് കയറാൻ പാടില്ല, ഇത് എൻ്റെ വീടാണ്, ഇവിടെ വേറെ ആരെയും ഞാൻ കയറ്റൂല എന്നൊക്കെ ഒരു തമാശ രൂപേണ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ തമാശ പറയുന്നതും സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും എല്ലാം ഒരൊറ്റ ടോണിലാണ്. അപ്പം
അനീഷ് അനിമോൾ കോംബോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എഴുതുക. ഒരു ലവ് ട്രാക്കിലേക്ക് എത്തണം എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ എത്തും എന്നും തോന്നുന്നില്ല. കാരണം രണ്ടുപേരും റിയൽ ലൈഫിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. വളരെ പക്വതയോടെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആവാൻ ശ്രമിക്കുന്നു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. രണ്ടുപേരെ കുറിച്ചും എനിക്ക് നെഗറ്റീവ് ഒന്നും പറയാനില്ല. നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്ന രണ്ട് മത്സരാർത്ഥികൾ. പേഴ്സണൽ ലൈഫിൽ നമുക്ക് അവർ എന്താണ് ചെയ്തിട്ടുള്ളതെന്നതിനെ കുറിച്ചൊന്നും അധികം അറിയത്തുമില്ല. അപ്പോൾ പക്ഷേ ഇതിൽ ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക നല്ല എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സംസാരം തന്നെയാണ്. സോ അതുകൊണ്ട് അവരെ ഞാനൊരു ബെസ്റ്റ് കോംബോ ആയിട്ട് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ ഇതുപോലുള്ള കോണ്ടന്റുകൾക്കായിട്ട്, ഇതുപോലുള്ള ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് സീരിയൽ ഗ്രാൻഡ്മ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ.